നമസ്കാരം. വളരെ ആത്മാർത്ഥ ബന്ധമുള്ള കൂട്ടുകാരെ നമ്മൾ കണ്ടുണ്ട്. എനിക്കറിയാവുന്ന 2 പെൺകുട്ടികൾ, എനിക്കറിയാം. അതിലൊരു പെൺകുട്ടി എനിക്ക് പേഴ്സണലി അറിയാം. ആ പെൺകുട്ടിയും അവിടെ കൂട്ടുകാരും തമ്മിൽ വളരെ വളരെ വലിയ ഫ്രണ്ട്ഷിപ്പാണ്. ചെറുപ്പം തൊട്ടേ സ്കൂളിലൊക്കെ ഒരുമിച്ചാണ് പഠിച്ചത്. പ്ലസ് ടുവിന് പോയത് തന്നെ ഇതിലൊരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് വേണമെന്ന് കരുതിയിട്ട് ആ കോഴ്സ് ഇവർ രണ്ടുപേരോടും പോകുമായിരുന്നു. അത് കഴിഞ്ഞ് കോളേജ് ഒക്കെ എല്ലാവരും ഒരുമിച്ചാണ് പോയത്. അങ്ങനെ കോളേജ് കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇവർ പല രീതിയിലും പല ജോലിക്കൊക്കെ അപേക്ഷിച്ചു. അപ്പം അപേക്ഷിച്ചെങ്കിൽ എങ്ങൊന്നും കിട്ടിയില്ല. അങ്ങനെ എനിക്ക് അറിയാവുന്ന പെൺകുട്ടിക്ക് ഒരു കിടത്ത് ജോലി ശരിയായി. അപ്പോൾ ഈ ജോലി ശരിയായപ്പം മറ്റേ പെൺകുട്ടി ഒരേപോലെ അപേക്ഷിച്ചിട്ടുണ്ട്. അവൾക്ക് ജോലി ശരിയായില്ല. അവർ ഒറ്റ കാരണത്താൽ ഇവൾ അവിടെ ജോലിക്ക് പോയില്ല. ഞാൻ അന്ന് അവളോട് പറഞ്ഞു, ഇടി നീ ഇങ്ങനെ മണ്ടത്തരം കാണിക്കരുത്, നിനക്ക് കിട്ടിയ ജോലി നീ ചെയ്യും, അവൾക്ക് പുറകാലെ അപേക്ഷിച്ചിട്ട് ജോലി കിട്ടട്ടെ, നീ ഇതിനാ അവൾക്ക് വേണ്ടിയിട്ട് നിൻ്റെ ജീവിതം നീ നശിപ്പിക്കുന്നു. അങ്ങനെയല്ല, ഞങ്ങൾ ഒരുമിച്ച ഫ്രണ്ട്സ് അല്ലേ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവൾ നല്ലൊരു കൊച്ച്. ഓക്കെ, നിൻ്റെ ഇഷ്ടം പോയിക്കട്ടെ. അവരുടെ വീട്ടുകാരൊക്കെ എതിർത്തിട്ട് അവൾ പോയില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം ഈ മറ്റേ പെൺകുട്ടി ഒരു ദിവസം ഇവിടെ വിളിച്ച് പറഞ്ഞു, എനിക്ക് യൂറോപ്പിലോട്ട് പോകാൻ എല്ലാം ശരിയായി, ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഈ പല നാട്ടിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ ഈ യൂറോപ്പ്, കാനഡ അങ്ങനെയൊക്കെയുള്ള പോകുമ്പം നമ്മളോട് പറയും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ, പിന്നെ ഇതുകൊണ്ട് ചേർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം പെട്ടെന്ന് കിട്ടി. അതായത് യൂറോപ്പ് എന്നൊക്കെ പറയുന്ന സ്ഥലം ഇവർ പറയുന്ന കേട്ടത് ഞാൻ തോന്നും ഏതോ തൊട്ടപ്പുറത്ത് അന്യ സംസ്ഥാനമാണ്. അതായത് ഇന്നലെ പോയി വിസയ്ക്ക് അപ്ലൈ ചെയ്തു, ഇന്ന് വിസ കിട്ടി, ഇന്ന് ഉച്ചയ്ക്ക് ടിക്കറ്റ് എടുത്തു, നാളെ ഞങ്ങൾ പോവാം, ഇങ്ങനെയാണ് പറയുന്നത്. അവരുടെ പറച്ചിലിൻ്റെ ആ ഒരു രീതി കേട്ടാൽ നമുക്ക് തോന്നും ഇങ്ങനെ സംഭവം. യൂറോപ്പും മറ്റു രാജ്യത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്തോരം പുറകെ നടക്കണമെന്നും എത്ര നാൾ പുറകെ നടന്നു കഴിഞ്ഞാൽ കിട്ടുമെന്നും ഇതൊക്കെ അവർ വിചാരിക്കുന്ന മറ്റുള്ളവർക്കാർക്കും ഇതിനെപ്പറ്റി ഒരു ബോധമില്ലെന്നുള്ള. ഞാൻ പറഞ്ഞു വന്നത്, എനിക്കറിയുന്ന പെൺകുട്ടിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അത്രയും നാളും കൂടെ നടന്ന് അവൾ പറഞ്ഞ മറ്റേ പെൺകുട്ടി പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവർ ഈ കോഴ്സ് പോലും എടുത്തത്. ഇവൾ ആ കിട്ടിയ ജോലി പോലും കളഞ്ഞത് മറ്റേ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവൾ വളരെ രഹസ്യമായി വെച്ചുകൊണ്ടിരുന്ന് അവളങ്ങ് പോയി. അവൾ പോയി. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, പോട്ടെ, ഇതൊക്കെ ജീവിതത്തിൽ ഒരു അനുഭവമായിരിക്കണം. പക്ഷേ പിന്നീട് മുന്നോട്ട് അവളുടെ നല്ല മനസ്സിൻ്റെ ഗുണം ദൈവം അവൾക്ക് നല്ല നല്ല ജോലികൾ കൊടുത്തിട്ട് ഇപ്പോൾ നല്ലൊരു പൊസിഷനിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു. ഞാൻ പറഞ്ഞേ, ഇപ്പോഴും ചില കുട്ടികളുണ്ട് ഇങ്ങനെയുണ്ട്, അയ്യോ ഇതുണ്ട്, എവിടെയാണ് പഠിക്കാൻ പോകുന്നത്, അത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇവർക്ക് സ്വന്തമായിട്ട് ഡിസ്കഷൻ ഇല്ല. കാരണം ഫ്രണ്ട്സ് എവിടെ പോകുമെന്ന് പറയുന്നു, അവിടെ പോകും. നല്ല ഫ്രണ്ട്ഷിപ്പുള്ള നല്ല ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് വളരെ പേഴ്സണലായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ വരുമ്പം ഫ്രണ്ട്ഷിപ്പൊക്കെ മറന്നു പോകുന്നവരുണ്ട്. അന്നേരം നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അത് ആ സമയം ചിലപ്പോൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത പോലെ വിഷമം ഉണ്ടാകാനും സാധ്യതയുണ്ട്. താങ്ക് യു.